ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലെ തിരുക്കുറളിന്റെ 80-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ അധികാരം സത്യപരീക്ഷണം, സ്നേഹപരീക്ഷണം, ടെസ്റ്റ് ഓഫ് ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് സ്വാതിമമാണ്, അതോടൊപ്പം മോഹൻദാസ് സാറും. സോ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. സ്വാതിമാം, യു ആർ വെൽക്കം. നമസ്കാരം സർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 80-ാമത്തെ അധികാരമാണ്, നട്പ് ആരായ്തൽ. നട്പ് ആരായ്തൽ എന്ന് പറഞ്ഞാൽ, ഇതിന് തൊട്ട് മുന്നേയുള്ള ഇതിലാണെങ്കിൽ നട്പ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിലാണെങ്കിൽ നട്പ് എങ്ങനെ ആവണം, ഏതൊക്കെ ഒരു നട്പിന്റെ ഇത് പൊതുവെയുള്ള സ്വഭാവം എന്താണ് എന്നതിനെ കുറിച്ചാണ് നട്പ് എന്ന അധികാരത്തിൽ പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്തതാണെങ്കിൽ ഒരു നട്പിന്റെ മഹത്വം എന്താണ്. നട്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്, സൗഹൃദം. ആ സൗഹൃദം എങ്ങനെ ആയിരിക്കണം, ആ സൗഹൃദത്തിന്റെ മഹിമ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇതിന് മുന്നേയുള്ള അധികാരത്തിൽ പറഞ്ഞത്, 79-ാമത്തെ അധികാരത്തിൽ. ഇപ്പോ 80-ാമത്തെ അധികാരമാണെങ്കിൽ നട്പ് ആരായ്തൽ. നമ്മൾ എപ്പോഴും നമ്മുടെ തമിഴിൽ ഒരു ചൊല്ല് പറയാറുണ്ട്, ഉன்னை தெரிய வேண்டும் என்றால் உன் நண்பனை பார்த்தாൽ പോതും, ഉൻ നண்பனை പറ്റി കൂറ്, ഉன்னை പറ്റി കൂറുகிறேன். എന്ന് വെച്ചാൽ നിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഏതൊക്കെയാണ്, ഏത് തരത്തിലുള്ള ഫ്രണ്ട്സ് ആണ് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്നെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരാളുടെ സൗഹൃദം, സുഹൃത്തുക്കൾ എങ്ങനെയാണ് എന്നതിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയാളെ പറ്റി പറയാൻ പറ്റും എന്നാണ്. കാരണം അതിന്റെ മഹത്വം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഉള്ളതിന് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എന്തുകൊണ്ട്, എങ്ങനെയെങ്കിലും നമ്മൾ ഒരു സൗഹൃദം നേടിയെടുക്കണം എന്ന് ചിന്തിക്കരുത്. ആ സൗഹൃദം എങ്ങനത്തതാവണം എന്ന് ആരായ്തൽ. ആരായ്തൽ എന്ന് പറഞ്ഞാൽ ഗവേഷണം നടത്തുക. അതായത് നല്ലപോലെ ഗവേഷണം നടത്തി വേണം നമ്മളൊരു സൗഹൃദത്തിലേക്ക് പോകാൻ. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അതിനെക്കുറിച്ച് കംപ്ലീറ്റ് പറയുന്നതാണ് ഈ 10 കുറളിലും പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കുറൾ എന്ന് പറയുന്നത്, നാടാത് നട്ടലിൻ കേട് ഇല്ലൈ, നട്ടപിൻ വീട് ഇല്ലൈ, നട്പ് ആൾബവർക്ക്. നാടാത് നട്ടലിൻ കേടില്ലേ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു സൗഹൃദം കിട്ടുകയാണെങ്കിൽ ആ സൗഹൃദത്തെ നിലനിർത്തി കൊണ്ടുപോകാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ നിന്നും വിട്ടു പോകാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ ഒരു നല്ല ഒരു സ്നേഹബന്ധത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ സ്നേഹബന്ധം വിട്ടുപോവുക എന്ന് പറയുന്നത് നമുക്ക് വളരെ വിഷമത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ ചില സമയത്ത് നമ്മുടെ കൂടെയുള്ളവർ നല്ലവരല്ല എങ്കിൽ നമ്മൾ അത് വിട്ടുപോകേണ്ടി ഒരു നിർബന്ധത്തിற்கு ഉള്ളാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഇയാളെ എത്രയേറെ വിശ്വസിച്ചിരുന്നു, പക്ഷെ ഇയാൾ എന്നെ ഇങ്ങനെ ചതിച്ചിട്ട് പോയി. എന്റെ ഉറ്റ സുഹൃത്താണ്, എന്നെ ഒറ്റ കൊടുത്തത് എന്റെ ഉറ്റ സുഹൃത്താണ്, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത് കുറച്ചുകൂടി മുമ്പോട്ട് വരുമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട അവസ്ഥകൾ ഇന്നത്തെ കാലത്തും ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, കേടിയില്ലേ. നമുക്ക് ഒരു സൗഹൃദത്തിനെ നമ്മൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ നട്ടപിൻ വീടിയില്ലേ. നട്ടപിൻ എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദത്തിൽ ചേർന്നതിന് ശേഷം നമ്മൾ അവരുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് കൊണ്ടുപോകുന്ന ആ സമയത്തിലാണെങ്കിൽ വീട് ഇല്ല എന്ന് പറഞ്ഞാൽ വിട്ടു പോകാൻ പറ്റില്ല. നട്പ് ആൾബവർക്ക്, അതായത് ശരിക്കും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൊണ്ടുപോകണം, നല്ല ഒരു സൗഹൃദം കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ, ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് മാത്രമായിട്ട് കൂട്ടുകൂടിയിട്ട് ആവശ്യം കഴിയുമ്പോഴേക്കും ആ ഫ്രണ്ട്ഷിപ്പിനെ കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതൊന്നും വിഷമമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹത്തോടുകൂടി, യഥാർത്ഥത്തിൽ ഇത് എന്റെ ഫ്രണ്ടാണ്, എന്റെ സുഹൃത്താണ്, ഞാൻ ഇവന് വേണ്ടി എന്റെ ജീവനും കൊടുക്കും, ഇവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് നിൽക്കുന്ന ആൾക്കാർക്ക്
ഇടയ്ക്ക് വെച്ചിട്ട് അത് കളഞ്ഞിട്ട് നല്ല സൗഹൃദത്തിൽ വന്നതിന് ശേഷം അത് ഉപേക്ഷിച്ച് പോവാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതിന് മുന്നേ അവരെ കുറിച്ച് കൂടുതൽ അറിയണം. ആരാണ് നമ്മളുമായി ഇവര് ഇണങ്ങിച്ചേരുന്നവരാണോ, അല്ലെങ്കിൽ നല്ലവരാണോ ചീത്ത ആൾക്കാരാണോ എന്നതിനെ കുറിച്ച് നാടാത് നട്ടലിൻ, അതായത് അതിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടേ നമ്മൾ അവരുമായിട്ട് കുറച്ചുകൂടി സൗഹൃദം വയ്ക്കാവൂ. അല്ല എങ്കിൽ ഇതുപോലുള്ള ദുഃഖം നേരിടേണ്ടി വരും. അതാണ് ആരായ്തൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ വ്യക്തി നല്ലവനാണോ, നമ്മുടെ സ്വഭാവവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ, അതിനാണ് ഇതിന് മുന്നേ പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണമെന്ന്. അതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നല്ലപോലെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഫ്രണ്ട് ആകാവൂ. ചിലരൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ സ്വഭാവം മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖം നമ്മളെ എതിരിടേണ്ടി വരും. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ സായാഹ്നത്തിൽ ഒരു നമസ്കാരം. തിരുക്കുറൽ ചാപ്റ്റർ 80 സതിമാം വളരെ നന്നായി ഇന്നത്തെ ഒന്നാമത്തെ കുറൽ വിവരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ഊഴത്തിലേക്ക് കടക്കട്ടെ. ടെസ്റ്റ് ഓഫ് ലവ്, ഫ്രണ്ട്ഷിപ്പ്, നട്പാരായ്തൽ, സഖ്യം പരീക്ഷണം, സ്നേഹ പരീക്ഷണം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാം. കൂട്ടുകെട്ട് എങ്ങനെയാണ്? ഒരു ഇൻട്രഡക്ഷൻ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. വിലയിരുത്താതെ ഒരു സുഹൃത്തിനെ സ്വീകരിക്കുന്നതിനേക്കാൾ ദോഷകരമായ മറ്റൊന്നില്ല. സ്വീകരിച്ചതിന് ശേഷം അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒരു സുഹൃത്തിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ തുടർന്നുള്ള വേദന വളരെ മാരകമായിരിക്കും. ഒരാളുടെ സ്വഭാവ വിശേഷങ്ങൾ, അവരുടെ അടിസ്ഥാനം, അതുപോലെ തെറ്റുകൾ, അതുപോലെ കുറ്റവും കുറവും, ബന്ധുത്വം എന്നിവയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. തുടർന്ന് ഒരു സൗഹൃദം സ്ഥാപിക്കുക. ഉയർന്ന ജന്മം അല്ലെങ്കിൽ തറവാട്ട് മഹിമ അതൊക്കെ അപമാനത്തെ ഭയപ്പെടുന്നു. എന്തും നൽകി സൗഹൃദം നേടുക. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കരയുന്നത് വരെ അവർ നിങ്ങളെ ശാസിച്ചേക്കാം. ശരിയായ വഴി കാണിച്ചു തരികയും ചെയ്തേക്കാം. അവരുടെ സൗഹൃദം വിലയിരുത്തി അംഗീകരിക്കുക. ഒരു ചെറിയ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അത് തിരുത്തൽ, ശിക്ഷണം, അല്ലെങ്കിൽ ഒരു നേരായ മാർഗം തെളിയിക്കുന്നു, അതിന്റെ ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. അതൊരു കുഴപ്പമില്ല. കുറൽ 791 നമ്മൾ കടക്കുമ്പോൾ, നാടാതു നട്ടലർ കേടില്ലേ നട്ടപ്പിൻ വീടില്ലേ നട്പാൾ പവർക്കു അപരീക്ഷിതം സഖ്യമാപത്കരം ബന്ധമൊഴിയില്ല സ്നേഹിക്കിൽ സുജനം. ഒരാളെ കുറിച്ച് അന്വേഷിക്കാതെ അയാളെ സുഹൃത്താക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു തെറ്റുമില്ല. കാരണം സുഹൃത്തുക്കളായതിനു ശേഷം ബന്ധുത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. യഥാർത്ഥ സ്നേഹിതർ തമ്മിൽ പിരിയുന്നത് അസാധ്യമാം. ആകയാൽ സ്നേഹിതന്മാരെ ബുദ്ധിപൂർവം ഭരിക്കണം എന്നാണ് കവി വാക്യം. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. The Tirukkural is a foundational masterpiece of Tamil literature, composed by the celebrated poet, philosopher Thiruvalluvar over 2 millennia ago. It consists of 1,330 couplets, chorals, organized into 3 main sections:
virtue, wealth, and love. Renowned as the universal Veda, its timeless ethical teachings transcend religion and culture, offering a practical guide for leading a righteous and meaningful life. Chapter 80, Testing Friendship. Chapter 80, titled Selection and Confidence, often referred to as the test of friendship, emphasizes the critical importance of vetting a person's character before forming a bond. Thiruvalluvar warns that friendship is not a casual tie, but a profound commitment that is difficult to dissolve once established. This chapter serves as a strategic manual for protecting one's life and reputation by choosing companions with wisdom and caution. Kural 791, Deep Dive and Illustration. This verse highlights that the greatest mistake a person can make is entering into a friendship impulsively, as a bad choice becomes a permanent burden that is nearly impossible to shed. Once you embrace someone as a friend, your reputations and fates become intertwined, making a later escape socially and emotionally painful. Consider the story of the camel and the jackal. A jackal befriended a camel solely to use him to cross a river to reach a sugarcane field. After eating his fill, the jackal began to howl loudly, alerting the farmers, who then beat the innocent camel severely. Because the camel had become kin with the jackal without testing his loyalty first, he suffered the consequences of the jackal's selfishness and found it difficult to break the tie until it was too late. This illustrates that a lack of inquiry leads to a trap where the faults of the friend become your own undoing. There is no other fault than making one a friend without inquiring about him, because there is no escape from kinship after becoming friends. Thank you. Over. അടുത്തത് 792 കുറളാണ്. ஆய்ந்து ஆய்ந்து கொள்ளாதான் கேண்மை കടൈമുറൈതാൻ സാം തുയരം തരും. അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ഒരു സൗഹൃദം എങ്ങനെയാണ് തിരഞ്ഞെടുത്ത് വേണം ഓരോരുത്തരോടും നമ്മൾ സൗഹൃദം വെക്കാൻ. കാരണം അങ്ങനെ നമ്മൾ ഒരു സൗഹൃദത്തിനെ നിലനിർത്തി കൊണ്ടുപോയില്ലെങ്കിൽ അത് നമുക്ക് വലിയ ദോഷം തരും. ആരോട് വേണമെങ്കിലും നമുക്ക് സൗഹൃദം വയ്ക്കാം. പക്ഷെ ആ സൗഹൃദം നിലനിന്ന് പോകണമെങ്കിൽ ആ വ്യക്തി നല്ല ആളായിരിക്കണം. അതിനെ മനസ്സിലാക്കാതെ നമ്മൾ ഒരു സൗഹൃദത്തിൽ ഏർപ്പെട്ട് അത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അത് ദോഷം മാത്രമേ തരും എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. അതായത് ആയ്ந்து ആയ്ந்து കൊള്ളാതാൻ കേണ്മൈ. അതായത് ആയ്ந்து ആയ്ந்து എന്ന് 2 പ്രാവശ്യം പറയാൻ കാരണം നമ്മളെപ്പോഴും നല്ല ക്യാരക്ടർ, അതായത് സ്വഭാവമുള്ള ആളാണെന്ന് നോക്കണം. അത് മാത്രമല്ല വേണ്ടത്, പ്രവൃത്തി. ചിലരാണെങ്കിൽ വാക്കുകൾ മാത്രമേ പറയൂ, പക്ഷെ പ്രവൃത്തിയിലൊന്നും കാണത്തില്ല. തമിഴിൽ നമ്മൾ പറയാറുണ്ട്, വായ്ച്ചൊല്ലിൽ വീരരടി പാപ്പ എന്ന് വെച്ചാൽ വാചകം മാത്രമേ കാണൂ, പക്ഷെ അതുപോലെ
പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അപ്പൊ നമ്മൾ ചിലരുടെ വാചകടിയിൽ നമ്മൾ വീണു പോവാറുണ്ട്. നല്ല വാചകടിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് കേട്ടിരിക്കാൻ പറ്റും. ചിലരെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി അയാളുടെ അടുത്ത് മിണ്ടണ്ടെന്ന് തോന്നും. അങ്ങനെ വെറുപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും അവരോട് നമുക്ക് സംസാരിക്കണം എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ചിലപ്പം വാചകങ്ങൾ നല്ലപോലെ പറയുകയും എന്നാൽ പ്രവൃത്തി മോശമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം ആയിന്ത് എന്ന് 2 പ്രാവശ്യം പറഞ്ഞത്. ആയിന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ അന്വേഷിക്കണം. അതാണ് ആയിന്ത് എന്ന് പറയുന്നത്. കൊള്ളാതാൻ കേൺമൈ എന്ന് പറഞ്ഞാൽ സൗഹൃദം. അങ്ങനെ നമുക്ക് അന്വേഷിച്ച് തെരഞ്ഞു പിടിച്ച് പല പ്രാവശ്യം, 1 പ്രാവശ്യം 2 പ്രാവശ്യമല്ല, പല പ്രാവശ്യം നമ്മൾ അത് ഇദ്ദേഹം നല്ലതാണോ, നമുക്ക് ചേരുന്നതാണോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് ചേർന്നില്ല എങ്കിൽ, അങ്ങനെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് പറയുന്നത്. കടൈമുറൈതാൻ സാം തുയരം തരും. അതായത് എന്താവും, ഇപ്പൊ ഒരു പഴഞ്ചൊല്ല് തമിഴിൽ പറയാറുണ്ട്, പനമരത്തിന്റെ അടിയിലിരുന്ന് പാല് കുടിച്ചാലോ നീ എന്നെ കുടിച്ചതാ ചൊല്ലുവാങ്ക, കള്ള് കുടിച്ചതാ ചൊല്ലുവാങ്ക. അതായത് പനമരത്തിൽ നിന്നാണ് കള്ളെടുക്കുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് നമുക്ക് ഞാൻ പാലാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല, നീ കള്ളാണ് കുടിക്കുന്നത് എന്നേ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവര് പറയും, ഇത് കള്ളു കുടിക്കാൻ വേണ്ടിയാ ഈ പയ്യൻ അവിടെ പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കുന്ന ആ സിറ്റുവേഷൻ ആണ് നമ്മളെ ഈ ചീത്ത കുട്ടിയാണ് അല്ലെ എന്ന് പറയിപ്പിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം, അവര് നല്ലതല്ലെങ്കിൽ നമ്മൾ തന്നെ പാരയാവും. അതായത് കേൺമൈ കടൈമുറൈതാൻ സാം തുയരം തരും. അതായത് മരിക്കുന്നത് പോലെ, അതായത് നിനക്ക് നീ തന്നെ കുഴി എടുക്കുന്നത് പോലെയാണ്. വേറെ ആരും തന്നെ നിന്നെ മരണത്തിലേക്ക് നയിക്കാൻ വേറെ ആരും വന്ന് നിനക്കൊരു തൊല്ല ഉണ്ടാക്കണ്ട. അതിന് പകരം നീ തന്നെയാണ് നിനക്ക് വേണ്ടിയ കുഴി പറിക്കുന്നത്. കാരണം നീ കൂടെ കൊണ്ടു നടക്കുന്ന നിന്റെ സൗഹൃദമാണ് നിന്നെ ഈ കുഴിയിൽ കൊണ്ട് തള്ളുന്നത്. ഇതിന് നിന്നെ കൊല്ലാൻ വേണ്ടി വേറെ ആരെങ്കിലും വരണമെന്നില്ല. നിന്റെ എനിമിയോ അല്ലെങ്കിൽ നിന്റെ ശത്രുക്കളോ ആരെങ്കിലും വരണമെന്നില്ല. നീ തന്നെയാണ് നിന്റെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തത്. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് നീ തന്നെ അനുഭവിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം നല്ലവരാണ്, നല്ല സ്വഭാവമാണ്, നല്ല പ്രവൃത്തിയാണ്, നമുക്ക് യോജിച്ച ഒരു സൗഹൃദമാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഈ സൗഹൃദം നിലനിർത്തിക്കൊണ്ടു പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നീ തന്നെ കുഴി പറിക്കും. അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നിന്റെ ശത്രുക്കൾ നിന്നെ കൊല്ലണ്ട, നീ സ്വയമേ കൊന്നോളും. അതുകൊണ്ടാണ് പറഞ്ഞത്, താൻ സാം തുയരം തരും. നീ തന്നെ ചാകുന്നത്ര മറ്റുള്ളവർ കൊല്ലുന്ന ആ അവസരമില്ല, നീ തന്നെ കുഴി പറിച്ചോളും. തുയരം തരും, അത്രയ്ക്കുള്ള തുன்பം അല്ലെങ്കിൽ ദോഷം തരും എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നായനാർ സാർ മ്യൂട്ടാണ്. കേൾക്കുന്നില്ല സാർ. സാർ ഒന്ന് വീഡിയോ ഓഫാക്കി നോക്കാവോ? വീഡിയോ ഓഫാക്കി. ഇപ്പൊ ശരിയാന്ന് തോന്നുന്നു. ആഴത്തിൽ അറിയാത്ത സഖ്യം ഒടുക്കത്തിൽ താൻ ചാകും തുன்பം വരുത്തും. ഗുണവും പ്രവൃത്തിയുമൊക്കെ സിദ്ധമാണെന്ന് അഥവാ അങ്ങനെ അല്ലെന്ന് ആയിന്ത് പലതവണ ആരാഞ്ഞ് വീണ്ടും പല വഴിയിലും
ചിന്തിച്ച് കേൾവി ഒരുവനോട് സഖ്യം പുലർത്താത്തവന്റെ അവസാനം താൻ തന്നെ ചത്തടിയുന്നതിന് ഹേതുവായ തുன்பങ്ങളെ വരുത്തിവെക്കും. അത് പലതവണ പല മട്ടിൽ ആഴത്തിൽ ആരാഞ്ഞറിഞ്ഞ് നന്മയുടെ ആധിക്യം കണ്ട് മാത്രം സ്വീകരിക്കേണ്ടതാണ് സഖ്യം അല്ലെങ്കിൽ കൂട്ട്. അങ്ങനെ അല്ലാതെയുള്ള സഖ്യം ഹേതുകമായ ആപത്തിൽ കൊണ്ടു ചെന്ന് ചാടിക്കും. ആഴത്തിൽ അറിയാത്ത സഖ്യം ഒടുക്കത്തിൽ താൻ ചാകും തുன்பം വരുത്തും. ഓവർ. Good evening to all. Tirukkural Part 2 Wealth Politics Purutpad Chapter 80 Natparaidal Friendship ആയിനതായിനത് കൊള്ളാതാൻ കേൺമായി കടൈ മുറൈ താൻ ചാം തുയരം തരും. Friendship made without repeated enquiry will give worries unto death. This Quran teaching that truly understanding and guarding friendship is as vital and difficult as the hardest tasks, emphasizing deep care and protection in companionship. Much like a wise friend offers unwavering support and security, protecting you from harm. Theme of that, the profound value, difficulty and necessary of true friendship, highlighting that maintaining and protecting such bonds requires significant effort, just like any great undertaking. അയിനതായിനത് കൊള്ളാതാൻ കേൺമായി കടൈമുറൈ താൻ ചാം തുയരം തരും. താങ്ക് യു ഓൾ. ഓവർ സർ. അടുത്ത കുറൾ എന്ന് പറയുന്നത് 793 കുറളാണ്. ഗുണനും കുടിമയും കുറ്റമും കുഞ്ചായിനും അറിന്ത് യാക്ക നട്പ്. ഇതും നട്പ്, അതായത് ഒരു സൗഹൃദം എങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൂട്ടണം, അത് നേരത്തെ പറഞ്ഞതുപോലെ നല്ല പോലെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ കൂട്ടുചേരാവൂ എന്ന് പറയുന്നതാണ്. ഇതും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുണനും കുടിമയും കുറ്റമും കുണ്ട. ഗുണം എന്ന് പറഞ്ഞാൽ സ്വഭാവം, നല്ല സ്വഭാവമായിരിക്കണം. അതായത് ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവര് നല്ല ഒരു സ്വഭാവമാണ് എന്ന് തോന്നും. പക്ഷേ നമ്മൾ അവരോട് ഇടപഴകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ അവരിൽ. എല്ലാ മനുഷ്യരിലും കുറ്റമുണ്ട്. അത് വള്ളവർ പറയുന്നുണ്ട്. കുറ്റം ഇല്ലാത്ത ഒരു മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം മനുഷ്യരാണെങ്കിൽ കുറ്റം കാണും. എന്നാൽ ആ കുറ്റത്തിന്റെ റേഷ്യോ വേണം നമ്മൾ നോക്കാൻ. ഒരു സ്വഭാവം എടുക്കുമ്പോൾ ആ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ഭയക്കുന്ന അല്ലെങ്കിൽ നന്മയുള്ള സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ നമുക്ക് കൂട്ടുകൂടാം, തെറ്റില്ല. അതുപോലെ തന്നെ കുടിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ്. അദ്ദേഹം ഏത് തരത്തിലുള്ള കുടുംബ ജീവിതമാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റു ആൾക്കാരൊക്കെ എങ്ങനെയാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവാം, നമ്മൾ സൗഹൃദം കൂടുന്ന ആളിനെ നോക്കിയാൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷെ അതിനും അദ്ദേഹം ഇത് തരുന്നുണ്ട്. അങ്ങനെയല്ല. കാരണം അവരുടെ വീട്ടുകാരെന്താണോ ചെയ്യുന്നത് അതിന്റെ ഭവിഷ്യത്തുകൾ ഇദ്ദേഹത്തിനും വരും. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് നമുക്കും കിട്ടും. അതുകൊണ്ടാണ് ആ കുടിമൈ എന്ന് പറയുന്നത്. ആ കുടിമയും നോക്കണം. കുറ്റമും കുഞ്ചായിനും, അതായത് കുറ്റം എന്ന് പറഞ്ഞാൽ അവർ ഏത് തരത്തിലും കുറ്റപ്പെടുത്താൻ കഴിയാത്തത്ര നല്ല പ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞ ഒരാളായിരിക്കണം. കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ, ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ മറക്കാം. എന്നാൽ നല്ല പ്രവൃത്തിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ
അദ്ദേഹത്തിനെ നമുക്ക് കൂട്ടാം, അത് തെറ്റില്ല. കുൻറായിനും അറിന്ത്, ആ ഏത് തരത്തിലുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിനോട് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ചിലരാണെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. അവരെപ്പോഴും ഈ സോഷ്യൽ കോണ്ടാക്ട്, അതായത് മറ്റുള്ളവരുമായി ഇടപഴകാൻ അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് ഒതുങ്ങിപ്പോകുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് തവണ ആലോചിക്കണം, ഇവരെ നമുക്ക് കൂട്ടാൻ പറ്റുമോ, ഇവർക്ക് നമ്മളുമായിട്ട് ഇണങ്ങി പോകാൻ പറ്റുമോ എന്ന്. അത് പക്ഷേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതും ആലോചിക്കണം. കാരണം ചിലപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തെറ്റായ ഫ്രണ്ട്സ് ആയിരിക്കാം. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ചുറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് കൂടിയിരിക്കുന്ന മറ്റ് സൗഹൃദങ്ങളെയും കൂടി അന്വേഷിച്ചറിഞ്ഞിട്ട് കുറ്റത്തിനെയും കുറവറ്റ ചുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പഴഞ്ചൊല്ല് തമിഴിൽ പറയാറുണ്ട്, കുറ്റം പാർക്കിൻ ചുറ്റമില്ലേ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കുറ്റം മാത്രം, ഒരാളുടെ കുറവുകൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആരും തന്നെ കാണത്തില്ല. കാരണം എപ്പോഴും നമ്മൾ അതിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. പോസിറ്റീവ് അപ്രോച്ചാണ് എപ്പോഴും നമുക്ക് നല്ലത്. നമ്മൾ എല്ലാവരെയും ഏതൊരാളെ എടുത്താലും അതിൽ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം എപ്പോഴും ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹം ഏതൊരു കാര്യം പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരാണ് നമ്മുടെ കൂടെ കൂട്ടുകൂടുക? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല എന്നാണ്. എന്നാൽ ആ എത്ര ഫ്രണ്ട്ഷിപ്പാണ് കൂടെ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം, അവരെ കുറിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് ആ കൂട്ടുകാരൊക്കെ നല്ലവരാണോ എന്നതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം ഇനനും അറിന്ത് യാക്ക നട്പ്. ഇനനും എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഏത് വ്യക്തിയാണോ നമ്മുടെ കൂടെ സൗഹൃദത്തിന് വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നത്, ആ വ്യക്തിയുടെ കൂടെയുള്ളവരെ കുറിച്ചും അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവരുമായി നമുക്ക് സൗഹൃദം വയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഗുണനും കുടിമയും കുറ്റമും കുൻറ എന്ന് പറഞ്ഞാൽ കുറയാതെ, എപ്പോഴും നല്ല സ്വഭാവം മാത്രമുള്ള എന്നാണ് അതിന്റെ അർത്ഥം. ഇനനും അറിന്തിയാക്ക, അവരുടെ ചുറ്റവും അറിഞ്ഞിട്ട് വേണം അവരുടെ സൗഹൃദത്തിനെ കൊണ്ടുപോവാൻ. ഓക്കെ, താങ്ക് യു. സർ, ഒരു മിനിറ്റ്, ഞാൻ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. താങ്ക് യു മാം. കുറൽ 783. കുനനും കുടിമയും കുറ്റമും ഇനനും അറിന്തിയാക്ക നട്പു. ഗുണവും കുലവും കുറവും കുറയാത്തൊരിനവും അറിഞ്ഞേൽക്ക സഖ്യം. സർപ്പക്രൂര ഖലക്രൂര സർപ്പാൽ ക്രൂരതര ഖല മന്ത്ര ഔഷധ വശൗ സർപ്പ കിമുദുഷ്ടോ ഭയങ്കര. സർപ്പങ്ങൾക്കും ദുഷ്ടന്മാർക്കും ക്രൂരതയേറും, ഖലന്മാരായ അധമന്മാർക്ക് സർപ്പങ്ങളെക്കാൾ വിഷമേറും. സർപ്പവിഷം മന്ത്രങ്ങളെ കൊണ്ടും ഔഷധങ്ങളെ കൊണ്ടും ശമിപ്പിക്കാം, എന്നാൽ അതിലും ക്രൂരന്മാരായ ദുർജനത്തിന്റെ വിഷം ഒന്നുകൊണ്ട് ശമിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ സഖ്യത്തിൽ ഒരു സർപ്പത്തെ സ്വീകരിച്ചാലും ഒരു ദുഷ്ടനെ സ്വീകരിക്കരുത് എന്ന് ഈ ശ്ലോകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ ശാശ്വതമാക്കുന്നതിന് മുൻപ് വേണ്ടത്ര പരീക്ഷണങ്ങൾ കഴിഞ്ഞിരിക്കണം. ഒരുവനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് അയാളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഗുണവിശേഷങ്ങൾ, കുലമഹത്വം, പിന്നെ കുറ്റം, കുറവുകൾ, അടുത്തും അകന്നുമുള്ള ബന്ധുത്വങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നല്ലതുപോലെ അന്വേഷിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. തികച്ചും മനോഹരമായ ചിന്തയാണ് ഈ കുറൾ വരി. ഒരു വ്യക്തിയുടെ സ്വഭാവം, അതായത് ഗുണം, കുടുംബ പരമ്പരയും മൂല്യങ്ങളും, കുടിമ, കുറവുകളും ദൗർബല്യങ്ങളും, കുറ്റം, ബന്ധങ്ങളുടെ ഉറപ്പും നിലപാടുകളും, ഇനം, ഇവയെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ യഥാർത്ഥ സൗഹൃദം വളരുകയുള്ളൂ എന്നതാണ് ഈ വരികളുടെ ആഴത്തിലുള്ള അർത്ഥം. യഥാർത്ഥ സൗഹൃദം അജ്ഞതയിൽ പിറക്കുന്നില്ല, അത് ബോധത്തിലും സ്വീകരണത്തിലും വിശ്വാസത്തിലുമാണ് വളരുന്നത്. മറ്റൊരാളുടെ ഗുണങ്ങളെ പോലെ തന്നെ അവന്റെ കുറവുകളെയും മനസ്സിലാക്കി
അവയോടുകൂടി സ്വീകരിക്കുമ്പോഴാണ് സൗഹൃദം ദീർഘകാലം നിലനിൽക്കുന്നത്. ഗീതയിൽ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധം ഇതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. കൃഷ്ണൻ അർജുനന്റെ ധൈര്യവും വീരതയും മാത്രമല്ല, യുദ്ധഭൂമിയിൽ അവനെ കീഴടക്കിയ ഭ്രമവും ഭയവും ദൗർബല്യവും വരെ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു എന്ന കരുണയോടെ ഈ ഗീതോപദേശത്തിലൂടെ കൈപിടിച്ച ഉയർത്തുകയാണ് ചെയ്തത്. അറിയലിൽ നിന്ന് ഉയർന്ന ഈ സൗഹൃദമാണ് അർജുനനെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം കടക്കാൻ സഹായിച്ചത്. Thank you, ma'am. Become friends after knowing character, legacy, shortcomings, and firm relations. Thiruvalluvar advises that before opening your heart to someone, you must conduct a fourfold investigation into their nature, their family background, their flaws, and how they treat their existing relatives. Understanding a person's legacy or lineage helps predict their ingrained values, while observing their shortcomings ensures you can tolerate their specific weaknesses. Most importantly, seeing how they treat those they are already firmly related to reveals how they will eventually treat you. By gathering this knowledge, you prevent future betrayal and ensure the friendship is built on a foundation of reality rather than a temporary mask. The king and the new minister. A king once sought a close companion and advisor, and a charming, intelligent stranger arrived at court. Instead of befriending him immediately, the king sent spies to the stranger's village to learn about his legacy and how he treated his firm relations, his parents and siblings. The spies discovered that while the man was brilliant, he had abandoned his elderly parents and spoke ill of his former mentors to hide his own shortcomings. Realizing that the man's character was rooted in self-interest rather than loyalty, the king politely declined the friendship. This careful inquiry saved the king from a potential betrayal, proving that a person's history is the best map of their future behavior. Become friends after knowing character, legacy, shortcomings, and firm relations. Over. അടുത്ത കുറൾ 794 കുറളാണ്. കുടിപ്പിറந்து തൻകൺ പഴി നാണുവാണേ കൊടുത്തും കുഴൽ വേണ്ടും നட்பு. അതായത് ഇപ്പോ നമ്മൾ ഏതൊക്കെ സൗഹൃദം വേണം നമ്മൾ സൗഹൃദം സ്ഥാപിച്ചെടുക്കേണ്ടത്. ഇന്ന ആളെ വിടരുത്, അദ്ദേഹത്തിനെ നമ്മൾ എന്ത് കൊടുത്തും ഈ സൗഹൃദം നിലനിർത്തണം. സൗഹൃദത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും ആ സൗഹൃദം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ത്യാഗം ചെയ്യാം എന്നുള്ളതാണ് ഈ കുറളിൽ പറയുന്നത്. കുടിപ്പിറந்து തൻകൺ പഴി നാണുവാനേ. കുടിപ്പിറந்து എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ജനിച്ച്, തൻകൺ അതായത് എല്ലാവരും ഇപ്പോ ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഇന്നതാണ് എന്ന്. ചിലരൊക്കെ താനെ മനസ്സിലാക്കുന്നവരുണ്ട്. പക്ഷെ കുറച്ചുകൂടി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ അവര് കുറച്ച് ചില കാര്യങ്ങൾ ചെയ്യാനൊന്നും മടിക്കും. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് വരും, അല്ലെങ്കിൽ എനിക്ക് ചീത്തപ്പേര് വരും, എന്റെ അച്ഛനെ കുറിച്ച് എന്ത് പറയും, അല്ലെങ്കിൽ എന്റെ കൂടപ്പുറപ്പിന് ഇത് നാണക്കേടാവുമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ അവരുടെ സൗഹൃദത്തെ നമ്മൾ എന്ത് വില കൊടുത്തും
വാങ്ങണം എന്നാണ് പറയുന്നത്. പഴി നാണുവാനെ, പഴി നാണുവാനെ എന്ന് പറഞ്ഞാൽ, പഴി എന്ന് പറഞ്ഞാൽ ചീത്തപ്പേര് കിട്ടുമല്ലോ എന്ന് അതിനെ ഭയക്കുന്നവൻ. അങ്ങനെയുള്ള ആളാണെങ്കിൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ മുതിരില്ല. കാരണം തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ നമ്മുടെ കുടുംബത്തിനും വരും, എനിക്കും വരും, എൻ്റെ കുടുംബത്തിനും വരും, എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഈ പഴി കേൾക്കേണ്ടി വരുമല്ലോ എന്ന ഒരു ഭയം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലുള്ള ചീത്തയായ കാര്യങ്ങൾ ചെയ്യാൻ മുതിരില്ല. അതുകൊണ്ടാണ് പറയുന്നത് പഴി നാണുവാനേ എന്ന്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വില കൊടുത്തും കൊളൽ വേണ്ടും നட்பு. അദ്ദേഹത്തിന്റെ സൗഹൃദത്തെ നമ്മൾ എന്ത് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ സൗഹൃദത്തെ നേടിയെടുക്കണം. അതാണ് ഈ ഖുറളിൽ പറയുന്ന കാര്യം. ഓക്കെ, താങ്ക് യു. സാർ, എഴുന്നൂറ്റി 94. ഓക്കെ. 794. കുലജാതനായി തന്നിൽ പഴി അഞ്ചുടുന്നോനിൽ വില കൊടുക്കൊട സഖ്യ കുടിപ്പിറന്ന് ജനിച്ച പഴി എന്ത് വില കൊടുത്തും നட்பு സഖ്യം കൊള്ളൽ വേണ്ടതാണ്. ഉന്നത കുലത്തിൽ പിറന്നവനും തന്റെ നേർക്ക് യാതൊരു വഴി ഉണ്ടാകാതെ ശ്രദ്ധാപൂർവം ഒഴിഞ്ഞു മാറി സത്പഥത്തിൽ ചരിക്കുന്നവനും അത്രമേൽ ധർമ്മിഷ്ഠനുമായ ഒരുവനെ എന്ത് വില കൊടുത്തും സ്നേഹിതനാക്കി കൊള്ളേണ്ടതാണ് എന്ന് വള്ളുവർ പറയുന്നു. കുലജാതനായി തന്നിൽ പഴി അഞ്ചുടുന്നോനിൽ വില കൊടുത്തും കൊള്ളുക സഖ്യം. ഓവർ. குறள் 794. குடிப்பிறந்து தன்கடு பழிநாணு வானாய் கொடுத்தும் கொளல் வேண்டும் நட்பு. Befriend man of noble heritage, afraid of even unexpected defamation at any cost. Even by giving something and receiving something at any cost, one should secure the friendship of those who come from a noble lineage and possess good character. This friendship speaks about the strength and security found in true friendship, suggesting that good friends are a shield against harm, making enemies powerless and offering protection better than fortifications. Having a loyal friend is like building a fortress. Your enemies can't harm you, and it's a greater security than any physical wall. കുടിപ്പിറന്തു തൻകട് പഴിനാണു വാനായി കൊടുത്തും കൊളൽ വേണ്ടും നட்பு. അടുത്തത് 795 ഖുറളാണ്. അഴച്ചൊല്ലി அல்லது இடித்து வழக்கு அறிய വല്ലാർ നட்பு ആയ്തു കൊളൽ. ഇനി ഇതിലും പറയുന്നത് എങ്ങനെയുള്ള സൗഹൃദത്തിനെ വേണം നമ്മൾ എങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ളതാണ് ഈ ഖുറളിലും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതില് അല്ലത് അഴച്ചൊല്ലി, അതായത് നമ്മളിപ്പോ സാധാരണ ചെയ്യുന്ന പല തെറ്റുകളുണ്ട്. അപ്പോൾ ചില ഫ്രണ്ട്സ് ആണെങ്കിൽ ആ തെറ്റ് ചെയ്യാനായി കൂട്ടുനിന്ന് ചെയ്യൂ എന്ന് പറയുന്ന ഫ്രണ്ട്സും ഉണ്ട്. അതായത് പ്രോത്സാഹിപ്പിക്കുന്ന ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ എപ്പോഴും നമുക്കത് ദോഷമേ ചെയ്യൂ. എന്നാൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ തിരുത്തുന്ന, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, നീ നല്ല ചങ്ങാതി ആണെങ്കിൽ പോലും, ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം.
ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ചെയ്യരുത് എന്ന് വിലക്കുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ് ആവശ്യം. അങ്ങനെയുള്ളവരെ നേടിയെടുക്കണം. അത് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ നമുക്കത് ചിലപ്പോ പറയാറുണ്ട്, നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് അവരുമായിട്ട് നമ്മൾ ചേർന്ന് വരുമ്പോ കുറച്ചൊക്കെ നമ്മൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവര് നമുക്ക് നല്ലത് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇനി നമ്മളൊരു തെറ്റ് ചെയ്യാൻ മുതിർന്നാൽ പോലും ചെയ്യരുത്, അത് തെറ്റാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പ്രശ്നം വരും എന്ന് പറയുന്ന അതാണ് അല്ലത് അഴച്ചൊല്ലി. അതായത് സാധാരണമായി നമ്മൾ ചെയ്യാൻ പോകുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതൊക്കെ നമുക്ക് സംഭവിക്കും എന്നതിനെയും ചൊല്ലി, അഴച്ചൊല്ലി എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ എടുത്തു പറഞ്ഞ് വഴക്ക് അറിയ വല്ലാർ നട്പ്. വഴക്ക് അറിയ എന്ന് പറഞ്ഞാൽ ശരി, ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞു, അപ്പോഴേക്കും ആ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കുക അല്ല, ആ ഫ്രണ്ടിനോട് വീണ്ടും ഇത് പറയാണ്, ഇത് നീ ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തു, ശരി പോട്ടെ, ഇനി ചെയ്യരുത്. ഒരു പ്രാവശ്യം നീ അറിയാതെ ചെയ്തു പോയി, എന്നാൽ വീണ്ടും അത് ആവർത്തിക്കരുത്. അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ അത് നിനക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ദോഷമേ വരുത്തൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു നண்பനുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒരിക്കലും വിട്ടുകളയരുത്. അങ്ങനെയുള്ള നட்பிനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദത്തെ എന്തു കൊടുത്തും നേടിയെടുക്കണം. വല്ലാർ നட்பு ആയ്ந்து കൊള്ളൽ, അങ്ങനെയുള്ള ഒരു സൗഹൃദം ഉണ്ടോ എന്ന് കണ്ടെത്തി അത് അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെയുള്ള നட்பிനെ വേണം നമുക്ക് കൊള്ളാനെന്ന്. കൊള്ളുക എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹമായിരിക്കും നമ്മുടെ നേർവഴിക്ക്. എല്ലാ പ്രാവശ്യവും നമ്മൾ നല്ലത് തന്നെ ചെയ്യണമെന്നില്ല, മനുഷ്യരല്ലേ. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് തെറ്റ് സംഭവിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യില്ല, ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യാം, ചില സമയത്ത് നമുക്ക് തെറ്റാണെന്ന് അറിയാതെ നമ്മൾ ചെയ്തു പോകും. അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ചത് തെറ്റാണ്, ഇത് ചെയ്യുമ്പോൾ ഇന്നതൊക്കെ സംഭവിക്കാം എന്ന് പറയാൻ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു നല്ല ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ജയം മാത്രമേ കിട്ടൂ. അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും വിട്ടുകളയരുത്, അതിനെ നമുക്ക് നമ്മുടെ കൂട്ടാക്കിക്കൊള്ളണം എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറേ പറയും. എഴുന്നൂറ്റി 95 നോട്ട് ചെയ്തോ? ഓക്കെ, പറഞ്ഞോളൂ. മലയാളത്തിൽ പറയേണ്ട കാര്യമില്ല, ശാന്തി മാഡം കൃത്യമായിട്ട് വളരെ നന്നായിട്ട് തമിഴിലും മലയാളത്തിലും പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒന്നുകൂടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അഴച്ചൊല്ലി അല്ലതിരുത്ത് വഴക്കറിയ വല്ലാർ നടുപ്പായ്ந்து കൊള്ളൽ, പിഴ ചെയ്യിൽ ശോകം അത് മുറ പോലെ കാട്ടുവാൻ കഴിയോ ഓരോട് ചെയ്യുക സഖ്യം. അതായത് ഒരു തെറ്റ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ സ്നേഹബുദ്ധിയ അതിനെ ഖണ്ഡിച്ച് പശ്ചാത്താപത്താൽ കരഞ്ഞു പോകുമ്പടി ഉപദേശിച്ച് തെറ്റിൽ നിന്ന് പിന്തിരിപ്പിച്ച് ലോക നീതി അനുസരിച്ചുള്ള നേരായ മാർഗം കാണിച്ചു തന്ന് നന്മയിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവരെ കണ്ടുപിടിച്ച് അവരുമായി സഖ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് വള്ളുവർ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിലല്ല, ഏത് കാലഘട്ടത്തിലും ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഓവർ. കുറൽ 795. അഴച്ചൊല്ലി അല്ലതു ഇടിത്തു വഴക്കറിയ വല്ലാർ നட்பு ആയിനത് കൊളൽ. Befriend the one who admonishes or advises with sadness, while some wrong deed is slated to star by some others. It is from the poor wealth or statecraft
section, specifically the section on the might of the army, and it describes the essence of a powerful army. Its unwavering, disciplined, and virtuous core, highlighting that troops loyal to their king's virtue and self-restraint, even if fewer, are stronger than vast armies lacking these qualities, emphasizing inner strength over sheer numbers. Core theme: a small virtuous army is superior to a large undisciplined one. Virtuous strength: the strength of an army is not just its size, but its adherence to righteousness and discipline, mirroring the king's own character. അഴചൊല്ലി അല്ലതു ഇടുത്തു വഴക്കറിയ വല്ലാർ നട്പു ആയനത് കൊള്ളാൽ. താങ്ക് യു. പവർ സർ. അടുത്തത് 796 കുറളാണ്. കേട്ടിനും ഉണ്ട് ഓർ ഉറുതി കിളൈഞ്ഞറൈ നീട്ടി അളപ്പതോർ കോൽ. അതായത് ഈ പാട്ടും കൂടി ആവുമ്പോൾ ഈ 4 പാട്ടിലാണ് എങ്ങനെ ഒരു സൗഹൃദത്തിനെ നമ്മുടേതാക്കിക്കൊള്ളണം എന്ന് പറയുന്നത്. ഇതാണ് അവസാനത്തെ പാട്ട്. അതായത് ഈ കുറളിൽ പറയുന്നത് നമുക്കൊരു നല്ല നட்பிനെ, ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പറയാറുള്ളപ്പോ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മളത് കുറെ കാലം കഴിഞ്ഞല്ലേ ടീച്ചറെ മനസ്സിലാവൂ. ചിലപ്പോ അവര് നമുക്ക് നല്ല ആപ്പ് വെച്ചിട്ട് പോയതിന് ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ ഈ പറയുന്നത്, നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്. നമുക്കൊരു കഷ്ടകാലം വരുന്ന സമയത്ത് നമ്മെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവരെ വീണ്ടും നമ്മുടെ കൂടെ കൂട്ടരുത്. കാരണം അവര് ശരിക്കും നമ്മുടെ നന്മ ചിന്തിക്കുന്നവരല്ല. നമ്മളിപ്പോ കരയുമ്പോൾ കൂടെ വേണം, സന്തോഷിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ കാശുള്ളപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എല്ലാം ചെലവാക്കുകയും നമ്മുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കുകയും ചെയ്തിട്ട് നമ്മളിപ്പോ കരയുന്ന സമയത്ത് നമ്മുടെ കണ്ണീര് തുടയ്ക്കാനാണ് ഒരു സൗഹൃദം ആവശ്യം. എന്നാൽ അത് ഇല്ലാതെ നമ്മുടെ കൂടെ സന്തോഷത്തിൽ മാത്രം പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നല്ല നട്പായിട്ട് കണക്കാക്കരുത്. അതാണ് ഈ കുറളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ആയാലും കുറച്ചു കാലം കഴിഞ്ഞ്, ഇന്ന് കണ്ടു നാളെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ സൗഹൃദം നമ്മൾ കൊണ്ടുപോകത്തില്ല. കാരണം അങ്ങനെയുള്ളത് നമ്മുടെ നല്ല ഫ്രണ്ടാണെന്ന് നമ്മൾ പറയില്ല. കുറെ കാലം കഴിഞ്ഞേ നമുക്ക് ആ സൗഹൃദം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് വന്നാലും ഒരു മാസമെങ്കിലും നമ്മൾ നല്ലപോലെ അവരുമായിട്ട് ഇടപഴകിയതിന് ശേഷം, ചിലപ്പോൾ ഒരു മാസമല്ല, ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് നല്ല സൗഹൃദം കിട്ടുക. അവരെ മനസ്സിലാക്കിക്കൊണ്ട് വരാൻ പറ്റുന്നത്. അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്. കാരണം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുകയോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ ചിലർ ഓരോരുത്തരെ സൈക്കോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പുറമുതുകിൽ ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അപ്പൊ തന്നെ പൊട്ടിക്കരഞ്ഞെല്ലാം പറയുന്ന കുട്ടികളുണ്ട്. ചിലര് തട്ടാതെ തന്നെ നമ്മളുടെ ഒരു ചെറിയൊരു സ്പർശം കൊണ്ട് പറയുന്നവരുണ്ട്. ഇനി ചിലരാണെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ കരഞ്ഞു പറയുന്നവരുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിത്വത്തിലും വ്യത്യാസമുണ്ട്. അതുപോലെയാണ് ഈ ഫ്രണ്ട്ഷിപ്പും. അപ്പൊ അതിലെന്താണ് നമ്മൾ നോക്കേണ്ടത്? അതാണ് അവസാനമായി ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടിനും ഉണ്ട്, നമുക്കൊരു ദുഃഖം നടന്നു, നമ്മുടെ കേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കഷ്ടകാലം വന്നു. ചിലപ്പോൾ നമ്മുടെ കാശുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കാം, ബിസിനസ്സിൽ നമ്മൾ ഇല്ലാതായി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കാണും, കുറെ ലാസ് വന്നു കാണും. എന്തെങ്കിലും, കാശ് മാത്രമല്ലല്ലോ, ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഓർ ഉറുതി കിളഞ്ഞറെ നീട്ടി അളപ്പതോർക്കോല, അതിൽ ഒരു ഉറുതി പറയാം. ഉറുതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ കേട്ടിൽ കഷ്ടകാലത്തിലും ഒരു നല്ല കാലമുണ്ടെന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ ആ കഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് ഒന്ന് സംഭവിക്കുന്നത്. എന്താണ് കിളഞ്ഞറൈ? കിളഞ്ഞർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റത്താർ എന്ന് പറയാം.
അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ കൂട്ടായ്മകൾ, നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ എല്ലാവരെയും പറയാം, നമ്മുടെ ബന്ധുക്കൾ തൊട്ട് എല്ലാവരെയും ഇതിലെടുക്കാം. കാരണം ബന്ധുക്കളായാലും അന്നാണ് നമ്മൾ ബന്ധുക്കളുടെ യഥാർത്ഥ മുഖം നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അവരെന്തായിരിക്കും, ബന്ധുക്കളാണ് ആദ്യം ചിരിക്കുന്നത്. നമ്മൾ കരയുകയാണെങ്കിൽ അവരായിരിക്കും ആദ്യം ചിരിക്കുന്നത് ഉള്ളിൽ. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കരയുന്നത് പോലെ അഭിനയിക്കും. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുപോലെ കിളൈഞ്ഞരെ നീട്ടി അളപ്പതോർ കോൽ. കോൽ എന്ന് പറഞ്ഞാൽ സ്കെയിൽ എന്നാണ്. ഒരു മനുഷ്യരെ അവരുടെ സ്വഭാവത്തെ അറിയുവാൻ നമുക്ക് തന്ന കഷ്ടകാലത്തിൽ ഒരു നല്ല കാലമാണ് ഈ കിളൈഞ്ഞരെ. കിളൈഞ്ഞരെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സും എടുക്കാം, നമ്മുടെ ബന്ധുക്കളെ എടുക്കാം. ഈ നട്പിനെ നമുക്ക് അവരെങ്ങനെയുള്ളവരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സന്ദർഭമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതാണ് നീട്ടി അളപ്പതോർ കോൽ. കോൽ എന്ന് പറയുന്നത് സ്കെയിലാണ്. അപ്പോ ഏത് തരത്തിലാണ് ഇവരെ നിർത്താം, ഇവരെങ്ങനെയുള്ളവരാണ്, നമ്മുടെ കൂടെ നിന്നവരാണോ, നമുക്കൊരു ആപത്ത് വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്നവരാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സൗഹൃദം ആവശ്യപ്പെടുന്നവരാണ്. നമുക്കും അവരെ നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ല, നമുക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, നമ്മൾ എന്തെങ്കിലും ഫോൺ ചെയ്താൽ പോലും എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കട്ട് ചെയ്യാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നല്ല ബന്ധുക്കളോ നല്ല സുഹൃത്തുക്കളോ അല്ല. അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാനാണ് ഈ ഒരു കേട് അല്ലെങ്കിൽ കഷ്ടകാലം നമുക്ക് വന്നത്. അപ്പൊ കഷ്ടകാലത്തിൽ നമുക്ക് ഒരു ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ സൗഹൃദത്തിനെ അളക്കാനുള്ള ഒരു കോലായിട്ടാണ് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സോറി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കുറൽ 796. തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും നയിക്കുന്ന ഗുരു എങ്ങനെയോ അതുപോലെ ആയിരിക്കണം ഒരു നല്ല സുഹൃത്ത്. സത്യം മാതാ പിതാജ്ഞാനം, ധർമ്മോ ഭ്രാത ദയാസഖി, ശാന്തി പത്നി ക്ഷമാപുത്ര, ഷഡമി മമ ബാന്ധവ. സത്യമായിരിക്കണം മാതാവ്, ജ്ഞാനം പിതാവ്, ധർമ്മം സഹോദരൻ, ദയ കൂട്ടുകാരി, ശാന്തിയാണ് പത്നി, ക്ഷമയാണ് മകൻ. ഈ 6 പേരത്രേ ഒരുവന്റെ ഏറ്റവും നല്ല ബന്ധുക്കൾ. നനച്ചിരിക്കാതെ വന്നുപെടുന്ന ആപത് സന്ധിയിലുമുണ്ട് ഒരു പാഠം. കൂടെയുള്ളവരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റിയ ഒരു അളവുകോലാണത്. നല്ല കാലത്ത് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ചുറ്റിപ്പറ്റി നിന്നവർ ഒരു ആപത്തുണ്ടായി എന്നറിയേണ്ട താമസം അറിയാത്ത മട്ടിൽ അകന്നു പോവുകയായി. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ തനിക്കുണ്ടോ എന്നും അത് ആരൊക്കെയാണെന്നും അറിയാനുള്ള ഏറ്റവും വലിയ അവസരം ദുഃഖത്തിന്റെ കാലമാകുന്നു എന്ന് ഈ കുറൾ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹമാണ് എന്റെ മതം, അതിനുവേണ്ടി ഞാൻ മരിക്കുമെന്ന് ഇംഗ്ലീഷ് കവിയായ കീറ്റ്സ്. നല്ല സ്നേഹബന്ധങ്ങൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. കുറൾ 796. കേട്ടിനും മുണ്ടോർ ഉറുതി കിളൈഞ്ഞരെ നീട്ടി അളപ്പതോർ കോൽ. ദുഃഖത്തിലുമുണ്ട് തത്വം, അത് ബന്ധുജന ചിത്തം അളക്കുന്ന കോലാം. താങ്ക് യു. A lesson is there in misery too. Misery is the scale to measure sincerity of friends. Kurul 797. അടുത്തത് 797 കുറളാണ്. ஊதியம் என்பது ஒருவர்க்கு பேதையார் கேண்மை ஒരീ விடல். അതായത് ഊതിയം ഒരു നല്ല സുഹൃത്തുക്കളെ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഒരു നന്മ എന്ന് പറയുന്നത്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുള്ള ഒരു നേട്ടം എന്തൊക്കെയാണ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവൻ ചെയ്യേണ്ടത് അവന്റെ കൂടെയുള്ള അല്ലെങ്കിൽ മോശമായ നല്ല ചിന്തകൾ ഇല്ലാത്ത ഫ്രണ്ട്ഷിപ്പിനെ കളയുക എന്നുള്ളതാണ്. അവരെ ഉപേക്ഷിക്കുക, അതാണ് അവന് കിട്ടേണ്ട നല്ല നേട്ടം. എങ്ങനെയാണ്? അതായത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഒരു കാര്യത്തിൽ നല്ലത് മാത്രം ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്, എപ്പോഴും അതിലൊരു കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന വ്യക്തികളുമുണ്ട്. അതായത് പലതരത്തിലുള്ള വ്യക്തിത്വമുള്ളവരാണല്ലോ നമ്മുടെ മനുഷ്യർ. അപ്പൊ അതിൽ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ നന്മ മാത്രമേ എടുക്കൂ. പക്ഷേ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ നന്മ മാത്രം എടുക്കുന്ന വ്യക്തിയെയും
നെഗറ്റീവ് സെൻസിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനാണ് കൂടെയുള്ളതെങ്കിൽ അവന് നന്മയെ ഉണ്ടാവത്തില്ല, അവന് കിട്ടുന്നത് പാപമായിരിക്കും. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള മോശമായ ചിന്തയുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ സൗഹൃദത്തെ ഒഴിവാക്കുന്നതാണ് അവന് കിട്ടുന്ന നേട്ടം, അല്ലെങ്കിൽ അവന് കിട്ടുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത്. അതാണ് ഊതിയം എന്ന് പറയുന്നത്. ഊതിയം 80, അതായത് ശമ്പളം അല്ലെങ്കിൽ ഈ കൂട്ടായ്മ, ഈ കൂട്ടുകാരൻ കൊണ്ട് എന്താണ് നന്മ വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരു ഫ്രണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരു സൗഹൃദം കൊണ്ട് നന്മ എന്താണ് എന്ന് ചോദിച്ചാൽ, പേതയാർക്കേന്മൈ ഒരീവിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിവിടുക, അവനെ ഒഴിവാക്കുക. അത് മോശമായ ചിന്താഗതികളും മോശമായ പ്രവൃത്തിയുമുള്ള ഒരു സൗഹൃദത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവന് കിട്ടുന്ന നേട്ടം എന്നുള്ളത്. അതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. തന്നെയാണോ? 797. നേട്ടം എന്ന ഒരാൾ അറിവറ്റ കൂട്ടർതൻ കൂട്ട് കൈവിട്ടൊഴിഞ്ഞിടൽ. ഒരുവനെ സംബന്ധിച്ചിടത്തോളം നേട്ടം എന്ന് പറയുന്നത് അറിവില്ലാത്ത മൂഢന്മാരുടെ ബന്ധം ഒഴിവാക്കൽ തന്നെയാണ്. അവിവേകളും മൂഢന്മാരും ആയിട്ടുള്ളവരുടെ ബന്ധം ഇല്ലാതിരിക്കുക എന്നത് വിവേചന ബുദ്ധിയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെ. അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെ മൂഢന്മാരോടും വിഡ്ഢികളോടുമുള്ള ആ സൗഹൃദം വിട്ടു ഒഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് കവി പറയുന്നു. ഓവർ. Okay, good evening. In chapter 80, Tiruvallur emphasizes love as the foundation of virtue and human existence. 10 Quirals portrays love not merely as affection, but as the vital force that animates life. Without love, even wealth, power, or knowledge lose their meaning. The body alone, which is inspired with love, contains living soul. If void of it, the body is born overlaid with skin. Emancipation from friendship with the uncouth is the achievement of a man. It is indeed a gain for one to renounce the friendship of fools. The true benefit or gain a person can achieve is to abandon a friendship with someone who is foolish or lacks wisdom. What is considered a good deed for someone is to abandon friendship with an ignorant person and abandon him. Thank you. Over. 798 ഖുറാൻ. ഉള്ളർക്ക് ഉള്ളം ചിറുകുവ കൊള്ളർക്ക് അല്ലർക്കൺ ആറ്റു അറുപ്പാർ നட்பு. അതായത് ഉള്ളർക്ക് ഉള്ളം ചിറുകുവ കൊള്ളർക്ക്. ഉള്ളർക്ക്, ഉള്ളെന്ന് പറഞ്ഞാൽ ഉള്ള്, അതായത് ഉള്ളം എന്ന് പറയും മനസ്സ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ചിന്തിക്കുക? നല്ലതേ ചിന്തിക്കാവൂ. നല്ലത് ചിന്തിച്ചാൽ നമുക്ക് നല്ലതേ നടക്കൂ. ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നന്മ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് പ്രവർത്തിക്കാനും കഴിയും. അത് ചീത്തയാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് പ്രവൃത്തിയും ചീത്തയായി പോകും. അതുപോലെ ഉള്ളം ചിറുകുവ ഉള്ളർക്ക്, ഒരു പ്രോത്സാഹനം വരുന്ന, അല്ലെങ്കിൽ ഇനിയും മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട്, ആ പ്രവർത്തികളൊക്കെ ചെയ്യണം എന്ന് വേണം ചിന്തിക്കാൻ. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുക, അതുപോലുള്ള പ്രവർത്തികളെ ചെയ്യുക.
അങ്ങനെയുള്ള പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മെക്കാളും വലിയ ഒരാളുമായി ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ, അതായത് ഇപ്പം കാശുള്ളവനാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇടയ്ക്ക് തന്നെ അതുപോലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. കാരണം അവർ വന്നിട്ട് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഈ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവര് ചിലപ്പം ഒരു ഫിനാൻഷ്യലി വളരെ മോശമായ ഒരു അവസ്ഥയിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ വരുന്ന കുട്ടികൾ ചിലപ്പോൾ അവരെക്കാളും ഉയർന്നവരായിരിക്കും. അവരോടൊപ്പം പോകുവാനായി ഇവരെന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് ഒരുപാട് കാശ് ചോദിക്കാറുണ്ട്. ഇത് അവരെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് നയിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നമ്മെക്കാളും വലിയവരോട് ഉള്ള അതും അങ്ങനെയുള്ള സൗഹൃദവും നന്മയല്ല എങ്കിൽ, അത് നന്മയിലേക്ക് നയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. ഒന്നത് അതുപോലെ തന്നെയാണ് അല്ലർക്കൻ ആറ്റ് അറുപ്പാർ നട്പ്. അല്ലർ എന്ന് പറഞ്ഞാൽ കഷ്ടകാലം, അല്ലെങ്കിൽ നമുക്ക് ഒരു ദുഃഖം വന്ന് നിൽക്കുന്ന സമയത്ത്, ഏതെങ്കിലും ആപത്ത് ഘട്ടത്തിൽ ആറ്റ് അറുപ്പാർ നട്പ്, അവിടെ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാത്ത സൗഹൃദത്തിനെ ഉപേക്ഷിക്കണം. ഇതാണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എണ്ണായിക ചിത്തം തളർത്തതു കൊള്ളായിക കണ്ണീരിൽ കൈവിടും സൗഖ്യം. ഡോണ്ട് തിങ്ക് ഓഫ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, പറഞ്ഞു. തൻ്റെ ചിത്തം തളർന്ന് കൂമ്പിപ്പോവും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിചാരിക്കാതിരിക്കുക. അതുപോലെ തനിക്ക് ആപത്ത് സംഭവിക്കുമ്പോൾ കൈവിടുന്നവരുടെ കപട സ്നേഹത്തെ ഒരിക്കലും കൈക്കൊള്ളാതിരിക്കുക. മനസ്സിന്റെ വീര്യം കെടുത്തുന്ന യാതൊന്നും വെറുതെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതുപോലെ ആപത്ത് കാലത്ത് കയ്യൊഴിഞ്ഞു പോകുന്ന സ്നേഹ നാട്ടേക്കാരെ വീണ്ടും അടുപ്പിക്കുകയും ചെയ്യരുത്. ഓവർ. Don't think of those depressed. Don't accept the company of those left away at the time of misery. Quran 799. അടുത്ത ഖുറാൻ 799 ഖുറാനാണ്. கெடும் காலை கைவிடுவார் கேண்மை அடும் காலை உள்ளிനും உள்ளം ചുടും. ഇതും മോശമായ ഒരു സൗഹൃദം കൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ഖുറാനിലും പറഞ്ഞിരിക്കുന്നത്. കെടും കാലൈ കൈവിടുവാർ കേൺമൈ, നമ്മുടെ ഒരു കഷ്ടകാലത്ത് അല്ലെങ്കിൽ ആപത്ത് ഘട്ടത്ത് നമ്മളെ വിട്ടു പോകുന്ന ഒരു സൗഹൃദം. അടും കാലൈ ഉള്ളിനും ഉള്ളം ചുടും. അടും കാലൈ എന്ന് പറഞ്ഞാൽ, അടും എന്ന് പറയുന്നത് കൂറ്റം അല്ലെങ്കിൽ കാലൻ എന്നാണ് മീനിങ്. ഒരു കാലൻ വരുന്ന സമയത്തും, അപ്പോൾ അതായത് നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ സൗഹൃദത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും ഉള്ളിനും ഉള്ളം ചുടും. ഉള്ളിനും എന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കഷ്ടകാലത്ത് നിൽക്കാത്ത ഒരു സൗഹൃദം, ഇന്ന സമയത്ത് അവൻ എന്റെ ആപത്ത് ഘട്ടത്ത് വന്ന് എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് ഓർക്കുകയാണെങ്കിൽ ഉള്ളം ചുടും, നമ്മുടെ മനസ്സ് സങ്കടപ്പെടും. അതായത് എങ്ങനെ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുടും എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളും എന്നാണ്. അതായത് കാരണം നമ്മൾ ആത്മാർത്ഥമായി അവരെ സ്നേഹിച്ചു കാണും. പക്ഷേ ഒരു കഷ്ടകാലം വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് വന്ന ഒരു സഹായമോ ഒരു വാക്ക്, നമുക്ക് കാശൊന്നും തരണ്ട, ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ പോലും നമുക്കത് ഒരു ആശ്വാസമാണ്. വളരെ നമ്മുടെ മനസ്സ് തളർന്നിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സാണ് എപ്പോഴും നമുക്ക് നല്ലത് ചെയ്തു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അങ്ങനെ അല്ലാത്ത ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ അവരെ ഉപേക്ഷിക്കുകയും, അങ്ങനെ ഇനി മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും അതിനെ ഓർക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒരിക്കലും നമ്മൾ അടുപ്പിക്കരുത്, അവരെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്
ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൽ 799. മഹാജനസ്യ സമ്പർക്ക കസ്യനോന്നതികാരക പത്മപത്ര സ്ഥിതം വാരി തത്തേ മുക്ത ഫലത്രിയം. മഹാത്മാക്കളുമായുള്ള സമ്പർക്കം ഉന്നതിക്ക് ഹേതുവാകുന്നു. താമരയിലയിൽ ഇരിക്കുന്ന ജലകണിക മുത്തുപോലെ തിളങ്ങുന്നല്ലോ. മനസ്സിന്റെ വീര്യം തന്നെയാണ് മഹത്തായ ബലം. അതുള്ളവന് മറ്റൊരു സഖ്യമോ സഹായമോ വലിയ ആവശ്യമായി വരുന്നില്ല. വിശ്വസ്തരെന്ന് കരുതുന്ന സുഹൃത്തുക്കൾ ദുഃഖവും ആപത്തുമൊക്കെ വരുമ്പോൾ കൈയൊഴിഞ്ഞു കാട്ടുന്ന കൃതജ്ഞത മരണത്തേക്കാൾ ക്രൂരമാണ്. മരണസമയത്ത് പോലും അത് മനസ്സിനെ നീറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കാലനെ അടുപ്പിച്ചാലും നയവഞ്ചകരായ വ്യാജ സുഹൃത്തുക്കളെ അടുപ്പിക്കരുതെന്ന് ഈ കുറൾ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. Okay. Kural 799. Even at death, how thinking of those abandoned as us on misery will pain the mind. The words reflects on enduring nature of friendship and emotional impact of betrayal. Oh, friends deserting us on ruined spring, it is torture even in life's last hour to think. The memory of friends who deserted one during time of adversity will cause mental agony, even at the time of death. The very thought of friendship of those who have deserted one at the approach of adversity will burn one's mind at the time of death. Thank you, over. കുറൽ 800 ഈ അധികാരത്തിന്റെ അവസാനത്തെ കുറളാണ്. ഈ കുറൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തേതായതുകൊണ്ട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്തിട്ട് ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കുറളുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ആരൊക്കെ വേണം, നമ്മൾ എന്തു കൊടുത്തും നേടേണ്ട സൗഹൃദം എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സൗഹൃദങ്ങളെയൊക്കെ നമ്മൾ വിട്ടൊഴിയണം, അത് നമുക്ക് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അടുത്തത് പറയുന്നത് അതുപോലെ ഒരു ഇതാണ്, അതായത് എങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. മറുവുക മാസറ്റാർ കേൺമൈ ഒன்று ஈத்தும் ஒருவுக ஒப்பிலார் നட்ப്. അതായത് മാസ് അറ്റാർ കേൺമൈ മറുവുക എന്ന് വേണം എടുക്കാൻ. അതായത് മാസ് അറ്റാർ കേൺമൈ എന്ന് പറഞ്ഞാൽ കുറ്റം ഇല്ലാത്തവരുടെ, കേൺമൈ എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്നാണ്. കാരണം എല്ലാ മനുഷ്യർക്കും കുറവുകളൊക്കെ കാണും. അതിൽ ആദ്യമേ പറഞ്ഞിരുന്നു, എല്ലാ കുറ്റങ്ങളെയും നമ്മൾ എടുക്കാൻ പാടില്ല. കുറച്ചൊക്കെ നമുക്ക് ഈ മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ചില കുറ്റങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അവരെ നമുക്ക് നമ്മുടെ സൗഹൃദത്തിൽ ചേർക്കാൻ പറ്റും. അങ്ങനെയുള്ള മാസ് അറ്റാർക്കേന്മൈ മറുവുക, അതായത് എങ്ങനെയുള്ളവരൊക്കെ നമുക്ക് പറ്റുമോ, നമ്മുടെ കൂടെ ചേർക്കാൻ പറ്റുന്ന, നമ്മുടെ സ്വഭാവത്തോട് ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള കുറ്റമില്ലാത്ത സൗഹൃദത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? തേടി കണ്ടുപിടിച്ച് നമുക്കുള്ളതാക്കിക്കൊള്ളണം. ഇനി ഒപ്പ് ഇലാർ നട്പ് ഒன்று ஈத்தும் ഉരുവുക. ഇനി നമ്മളോടൊപ്പം നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മോശമായ ഒരു സൗഹൃദമാണെങ്കിൽ, നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ കൂടിപ്പോയി, നമുക്കറിയില്ല ഇദ്ദേഹം ഇങ്ങനത്തതാണ്, ഇത്രയും ചീത്ത മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇത്രയും കേടുണ്ടാക്കുന്ന ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണോ നമ്മൾ എന്ത് കൊടുത്തു വേണമെങ്കിലും നല്ല സൗഹൃദത്തിനെ നമ്മുടേതാക്കിക്കൊള്ളണോ, അതുപോലെ ഈ മോശമായ സൗഹൃദത്തിനെ ഉപേക്ഷിക്കുകയും വേണം. അത് അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുത്ത്. കാരണം ഇപ്പം അദ്ദേഹം ആഗ്രഹിച്ചു വരുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശായിരിക്കും. പോട്ടെ, നമുക്ക് വേണമെങ്കിൽ കാശ് വീണ്ടും ഉണ്ടാക്കാം. പക്ഷെ ഇതുപോലുള്ള മോശപ്പെട്ട ഒരു സൗഹൃദം നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും നമ്മൾ പാതാളത്തിലായിരിക്കും പോയി ചേരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സൗഹൃദം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക്
അത് ദോഷമേ ചെയ്യൂ. അതുകൊണ്ട് അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ കൊടുത്ത് എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് ഈത്തും ഒരുവുക ഒപ്പിലാർ നட்പ്, നമ്മുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത, നമുക്ക് സഹിക്കാൻ പറ്റാത്ത സൗഹൃദമാണെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് വളരെ നല്ലത് എന്നതാണ് ഈ അവസാനത്തെ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്നത്തെ ഏറ്റവും അവസാനമായി പറയുന്ന കുറൾ 800 മരുവുക മാഷു അറ്റാർ കേൺമൈ ഒൻഡു ഈത്തും ഒരുവുക ഒപ്പിലാർ നട്പു. കണ്ടെത്തൂ സംശുദ്ധ സഖ്യം എന്തും നൽകി കൈവിടൂ ദുഷ്ട സംസർഗം. നല്ല മനുഷ്യരുടെ സൗഹൃദം നേടുക, ചീത്ത ആളുകളുടെ സൗഹൃദം എന്തായാലും തള്ളിക്കളയുക. കുറ്റമറ്റവരായി സ്നേഹം പുലർത്തിയിടണം എപ്പോഴും, ജോഡിയൊക്കാത്ത ചങ്ങാത്തം ത്യാഗം ചെയ്തും ത്യജിക്കണം. കൺക്ലൂഷൻ: ദുഃഖത്തിൽ ഒരു നേട്ടമുണ്ട്, അത് ഒരു ഉപകരണമായി കണക്കാക്കാം. ഒരു സുഹൃത്തിനെ വിലയിരുത്താനും അളക്കാനും അത് ഉപകാരപ്പെടും. ഒരു വിഡ്ഢിയുടെ സൗഹൃദം നഷ്ടപ്പെടുന്നത് ഒരു നേട്ടമാണ്. നിങ്ങളുടെ ആവേശത്തെ അടിച്ചമർത്തുന്ന നിസ്സാര കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. ദുഃഖത്തിൽ ഉപേക്ഷിക്കുന്നവരുടെ സൗഹൃദം സ്വീകരിക്കുകയും അരുത്. പ്രതികൂല സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഒരു സുഹൃത്ത് മരണവാതിൽക്കൽ പോലും ഹൃദയത്തെ വേദനിപ്പിക്കും. കുറ്റമില്ലാത്തവരുമായി സൗഹൃദം തേടുക, അനുയോജ്യമല്ലാത്ത സഖ്യകക്ഷികളുമായുള്ള ബന്ധം വിച്ഛേദിക്കുവാൻ എന്തും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ 80-ാം ചാപ്റ്റർ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെയേറെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, പലതും ഇത് കേട്ടപ്പോൾ പലരുടെയും മനസ്സിൽ വളരെ പ്രത്യേകമായി പലവിധ വികാരങ്ങൾ ജനിച്ചിരിക്കുന്നു. തീർച്ചയായും ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഇനിയും ഉള്ള ജീവിതകാലം ഈ പാഠപുസ്തകം പറ്റിയതൊക്കെ പറ്റി, ഇനിയെങ്കിലും നമുക്ക് ഒരു ഉറപ്പ് ലഭിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കുറൽ വിശദീകരിച്ച സ്വാധീമാം, പ്രിയപ്പെട്ട നയനാർ സാർ, ഷാബു സാർ, ഓമന ടീച്ചർ, ഉഷ ടീച്ചർ, ജോർജ് സാർ, റോയ് സാർ, എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെയും ഏറെ നന്ദിയോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യം നിർത്തുന്നു. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Qural 800. Gain friendship of good men, reject friendship of bad people anyway. Understanding Qural 800. Gain the friendship of those who are pure in heart and character. As for the friendship of the wicked, let it go, even if you have to pay to get rid of it. Choosing virtue over vice. Thiruvalluvar concludes this chapter by emphasizing that the company we keep ultimately shapes our destiny. He argues that the friendship of good men, those with integrity and wisdom, is a treasure worth actively seeking and preserving. Conversely,
He suggests that a toxic friendship is so damaging that one should be willing to sacrifice anything, even wealth or pride, just to sever the tie. True growth is only possible when we surround ourselves with light and decisively walk away from those who thrive in darkness. We can see Vibhishana and Ravana. In the Ramayana, Vibhishana, the younger brother of the demon king Ravana, provides a perfect example of this Quran. Despite being brothers, Vibhishana realized that Ravana was committed to unrighteousness and would lead everyone around him to ruin. Though it meant leaving his home, his status, and his legacy, Vibhishana chose to reject the friendship of the wicked by abandoning Ravana's court. He sought the friendship of the good by surrendering to Lord Rama, a man of supreme virtue, because he was willing to pay the price of being called a traitor by his kin to gain a righteous companion. Vibhishana was saved from the destruction that eventually claimed the rest of his family. The wisdom of choosing well. The Tirukural teaches us that while love and friendship are the greatest joys of life, they must be anchored in wisdom and careful observation. By mastering the test of friendship, we protect our peace of mind and ensure our inner circle reflects the virtues we hope to embody. As the ancient proverb says, a man is known by the company he keeps, reminding us that our associations define our character in the eyes of the world. Ultimately, choosing friends with a pure heart is the surest way to build a life of lasting honor and happiness. A small poem on true bonds. Deep roots are tested by the wind, as gold is proven by the flame. The heart's true worth is only seen beyond a face or hollow name. To find a soul both firm and wise is worth the search of many years. For one true friend will lift your life and dry 1,000 hidden tears. I am deeply grateful to Sabu sir for this digital space that allows the timeless wisdom of the Tirukural to be shared and discussed with such ease and clarity. I extend my sincere thanks to Nayanar sir, Joshi sir, Shanti ma'am, Roy sir, George sir, Usha ma'am for their thoughtful inquiries and dedication to exploring these profound ethical teachings. I appreciate the viewers for their time and attention, and I hope these insights offer valuable guidance for your own journeys. Thank you to all. സാബു സാറേ, അടുത്ത ചാപ്റ്റർ 81 എന്ന് പറയുന്നത് വഴക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഴക്കം എന്ന് പറഞ്ഞാൽ ഫെമിലിയാരിറ്റി. ഇനിയുള്ള ചാപ്റ്റർ എല്ലാം ഇതിനെയാണ്, ആ ഫ്രണ്ട്ഷിപ്പിനെയും സൗഹൃദത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് മനുഷ്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, ക്യാരക്ടറിന്റെയും ആയിട്ടുള്ള സഖ്യം കൂടി പറയുന്നുണ്ട്. അതായത് അടുത്ത ചാപ്റ്ററിന്റെ ഇത് പറയുമ്പോൾ ഈ പഴമ, ആ ഫ്രണ്ട്ഷിപ്പിന്റെ പഴമയെ കുറിച്ച് പറയുന്നു. അതിന്റെ അടുത്ത് ദുഷ്ടസംസർഗം, നിഷിദ്ധ സ്നേഹം, മൗഢ്യം, അജ്ഞത, ക്രോധം, ശത്രുത, ഇങ്ങനെയുള്ള ഇതെല്ലാം സഖ്യത്തിലാണ് പെട്ടിരിക്കുന്നത്. ആ ഒരു ഉപവിഭാഗത്തിലാണ് ഇതൊക്കെ വള്ളൂർ പറഞ്ഞു പോകുന്നത്. ഇനി ഒരു 14 ചാപ്റ്റർ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. ഏതിനൊക്കെയാണ് നമ്മുടെ
കൂട്ടുകൂടാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള അധ്യായങ്ങളാണ് ഇനി വരുന്നത്. എല്ലാം നമുക്ക് ഉൾക്കൊള്ളാനും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ ഇതൊക്കെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ജീവിതം വളരെ ധന്യമായി മാറുമായിരുന്നു. അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്ററൊക്കെ ഇനിയുള്ളതൊക്കെ വളരെ പ്രയാസകരമായിട്ട് നമുക്ക് തോന്നും. ഓവർ സാർ. അപ്പൊ സാറേ മാഡം പോയോ? എനിക്ക് ഈ ഇളഞ്ഞർ എന്നുള്ളതിന് യൂത്ത് എന്നൊരർത്ഥമുണ്ടോ? സാർ എന്നോടാണോ ഉണ്ട് ചോദിച്ചത്? ഉണ്ട് ഉണ്ട്. ആ, മാഡത്തിനുണ്ടായിരുന്നു. ഇളഞ്ഞർ അതെ, എന്ന് അതെ, അതെ. പറഞ്ഞാൽ യൂത്ത് ആണ്. കിളൈഞ്ഞർ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നാണ്. ഇതിലൊരു വാക്ക് കിളൈഞ്ഞർ എന്ന് വരുന്നുണ്ട്. അല്ല, കിളൈഞ്ഞർ അപ്പൊ മാഡം ഇന്ന് ഇവിടെ പറഞ്ഞ കിളഞ്ഞറാണോ ഇളഞ്ഞറാണോ പറഞ്ഞത്? കിളൈഞ്ഞർ. ഓ സോറി. ഓക്കെ ഓക്കെ, എനിക്ക് ഇളഞ്ഞർ എന്ന് തിരിഞ്ഞു. കിളൈഞ്ഞറാണ്. കിളൈഞ്ഞർ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ, നമ്മുടെ സൗഹൃദത്തിലുള്ളവരെല്ലാവരെയും കിളൈഞ്ഞർ എന്ന് പറയും. ഇളഞ്ഞർ എന്ന് പറഞ്ഞാൽ യൂത്ത് എന്നാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ വേറെ ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? താങ്ക് യു ശാന്തി. നന്നായിരുന്നു കേട്ടോ ടീച്ചറെ, നന്നായിരുന്നു, നല്ലായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ വളരെ സാർവത്രികമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ, ഒരു ടോപ്പിക്കാണ്. ഇങ്ങനത്തെ ഒരു സുഹൃത്ത് ഇവിടെ എത്ര പേരുണ്ടാവും സാറേ? ഏത് സാറേ? ഇങ്ങനത്തെ ഒരു സൗഹൃദം അല്ലെ, ഇങ്ങനത്തെ ഒരു സൗഹൃദം സുഹൃത്തുക്കൾ എത്ര പേര് ഉണ്ടാവുന്നതാണ്? എത്രയും ഉണ്ടാക്കുന്നു അത്രയും നല്ലതാണ്. അതൊക്കെ വന്നും പോയിരിക്കും. പല ഏരിയകളിലാണ് സാറേ, പല ഏരിയകളിലല്ലേ സാറേ. ഇതൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ സംഭവമൊക്കെ മനസ്സിലായി. ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടാ. കാര്യമൊക്കെ അതല്ലേ ശരിയാണ്. പണ്ട് പറയാറുള്ളത്, ചക്കയും മാങ്ങയാണെങ്കിൽ ചൂന്ന് നോക്കാൻ പറ്റും, പെട്ടെന്നില്ല. മനുഷ്യനല്ലേ എങ്ങനെ ചൂന്ന് നോക്കാൻ പറ്റും? പ്രവർത്തി കൊണ്ടേ അറിയാൻ പറ്റില്ല. അവരുടെ പ്രവർത്തിയെ അവിടെ അടുത്തറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. നല്ല ഫ്രണ്ട്ഷിപ്പ് കുറച്ചേ ഉണ്ടാവും, എണ്ണത്തിൽ കുറവേ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇപ്പം അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉദാഹരണം, പാണ്ഡവര് ശ്രീകൃഷ്ണനെ മാത്രം എടുത്തു, ഹോൾ ബറ്റാലിയൻ കൗരവരെടുത്തു, എന്നിട്ട് പാണ്ഡവരല്ലേ ജയിച്ചത്. അപ്പൊ ആ ട്രൂ ഫ്രണ്ട്ഷിപ്പാണ് അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ട്രൂ ഫ്രണ്ട്ഷിപ്പാണ്. ആളെണ്ണം കൂടിയിട്ട് കാര്യമില്ല. അതെ, ഇന്നത്തെ കാലത്ത് ഓരോ ഏരിയകളിലും ഓരോരുത്തരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു പോസിബിലിറ്റി, പക്ഷെ ഇന്ന് നമ്മുടെ നെറ്റ്വർക്കൊക്കെ അത്രമാത്രം വികസിച്ചിരിക്കുന്നുണ്ട്. ഓരോ ഏരിയകളിലും ഓരോ ഫ്രണ്ട്ഷിപ്പ് കറക്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജോർജ് സാർ കണ്ടില്ലല്ലോ, ജോർജ് സാർ തിരക്കിലാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ദിവസം നമുക്ക് സൈബർ ക്രൈംസിനെ കുറിച്ചുള്ള ഒരു ലോ ബേസ്ഡ് ആയിട്ടുള്ള, സോഷ്യൽ ലോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. തെലങ്കോ സാർ ആയിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശാന്തി മാം, താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സർ. ഓക്കെ, ജോർജ് സാർ എന്താ പറഞ്ഞു? ഹായ്, ഒന്നുമില്ല, ഗുഡ് നൈറ്റ് തന്നെ പറയുമായിരുന്നു. ഇന്ന് വലിയ തിരക്കിലാന്ന് തോന്നുന്നു, വീഡിയോ ഒന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ വീഡിയോയിലാണ്. അതൊക്കെ കണ്ടു. ഓക്കെ, അപ്പൊ ഓക്കെ, see you. കൊച്ചുമോൻ Bye, sir. വന്നിട്ടുണ്ട്. Good, കൊച്ചുമോൻ sir. വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ.